السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ചിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഏറെ ചർച്ചയ്ക്ക് വിധേയമായ ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന, എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് സാങ്കേതിക ശബ്ദങ്ങളാണ് വലാഉം ബറാഉം എന്നത്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഏതൊരർത്ഥത്തിലാണോ ഈ പദങ്ങളെ പരിചയപ്പെടുത്തിയത്, അതേ അർത്ഥത്തിലും അതേ സാഹചര്യങ്ങളിലും അതിനെ മനസ്സിലാക്കി വന്ന ഇക്കാലമത്രയും അത് ഒരു പ്രശ്നമായി ലോകത്തെവിടെയും ആർക്കും അതിന് അനുഭവപ്പെട്ടിട്ടില്ല. ലോകത്ത് ഒന്നാമത്തെ മനുഷ്യൻ മുതൽ സ്വീകരിച്ചു പോന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, ആ തൗഹീദി വചനത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് വലാഉം ബറാഉം എന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ പാലിച്ചതാണ് യഥാർത്ഥത്തിൽ വലാ ബറാഅ് എന്ന ആശയം. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാമയും മറ്റു അമ്പിയാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ശേഷം സ്വഹാബത്തും താബിഈകളും തബഉ താബിഈകളും അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം ഉൾക്കൊണ്ട ആളുകൾ എല്ലാ കാലത്തും സ്വീകരിച്ചു പോന്ന, പഠിച്ചു വന്ന, പഠിപ്പിച്ചു വന്ന, ജീവിതത്തിൽ പാലിച്ച ഒന്ന് തന്നെയാണ് വലാഉം ബറാഉം, ബന്ധവും ബന്ധവിച്ഛേദനവും എന്നാണ് നേർക്കുനേരെ ആ രണ്ട് വാക്കുകൾക്ക് മലയാളത്തിൽ അർത്ഥം കൽപ്പിക്കാവുന്നത്. വലാ എന്നാൽ ബന്ധം സ്ഥാപിക്കൽ, ബറാ എന്നാൽ ബന്ധം വിച്ഛേദിക്കൽ. വിശ്വാസികൾ ആരുമായെല്ലാം ബന്ധങ്ങൾ സ്ഥാപിക്കണം, ആരുമായെല്ലാം ബന്ധങ്ങൾ വിച്ഛേദിക്കണം. ഏതൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കണം, ഏതൊക്കെ ബന്ധങ്ങൾ വിച്ഛേദിക്കണം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ബന്ധം സ്ഥാപിക്കണം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ബന്ധം വിച്ഛേദിക്കണം എന്നതിനെയെല്ലാം മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന പദപ്രയോഗമാണ് വലാഉം ബറാഉം എന്നത്. അത് അഹ്ലുസുന്ന വൽ ജമാഅ പ്രവാചകൻ്റെ കാലം മുതൽ ഇന്നുവരെയും സ്വീകരിച്ചു പോന്നിട്ടുണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുമുണ്ട്. കേരളത്തിലാണെങ്കിൽ ആ അഹ്ലുസുന്നയുടെ ആദർശം പ്രബോധനം ചെയ്ത മുജാഹിദ് പ്രസ്ഥാനം സംഘടിതമായ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിലും അതിനു മുമ്പും അവിടെ മുതൽ ഇതുവരെയും പഠിക്കുകയും പഠിപ്പിക്കുകയും സമൂഹത്തിന് ബോധം നൽകുകയും ചെയ്ത വിഷയം തന്നെയാണ് ഈ രണ്ട് സാങ്കേതിക ശബ്ദങ്ങൾ. അല്ലാതെ ലോകത്തെവിടെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഒരു അറബി പണ്ഡിതൻ്റെ നാക്കിൽ വന്ന അബദ്ധങ്ങളോ അറബികളായ ശൈഖന്മാർ അനാവശ്യമായി വലിച്ചിട്ട പദപ്രയോഗങ്ങളോ അല്ല വലാഉം ബറാഉം എന്നത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ അതൊരു വിഷയമായി, എന്തുകൊണ്ടത് വിവാദമായി
ഈ രണ്ട് സാങ്കേതിക ശബ്ദങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങൾ ഏതു അർത്ഥത്തിലും ഏതു സ്ഥാനത്തുമാണോ അത് പഠിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തത്, അതിൽ നിന്ന് അടർത്തി മാറ്റി സന്ദർഭങ്ങളിലല്ലാതെ ഇസ്ലാം പഠിപ്പിച്ച തലങ്ങളിലല്ലാതെ അതിനെ വ്യാഖ്യാനിക്കുകയും സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകുകയും അങ്ങനെ അതൊരു അസഹിഷ്ണുതയുടെ, വിദ്വേഷത്തിൻ്റെ, പരസ്പരമുള്ള വർഗീയ ചേരിതിരിവിൻ്റെ വഴിയിലേക്ക് ചില ആളുകൾ അതിനെ കൊണ്ടുപോവുകയും ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും അതൊരു ചർച്ചയായി മാറി എന്ന് മാത്രം. അത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ ഇത് തെറ്റായി വ്യാഖ്യാനിച്ച സംഘങ്ങളെ എല്ലാ കാലത്തും കാണാൻ കഴിയുകയും ചെയ്യും. ലോകത്ത് അഹ്ലുസുന്നയിൽ നിന്ന് വഴിമാറിപ്പോയ ചില കക്ഷികൾ വലാ ബറാ വിഷയത്തിൽ അതിര് കവിയുകയും അതൊരു വേള മുസ്ലിം സമുദായത്തിൽ തന്നെ വലിയ സ്പർദ്ധകൾക്ക്, ചേരിതിരിവുകൾക്ക് അത് ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഖവാരിജുകളെ കുറിച്ച് നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചുവല്ലോ. ആ ഖവാരിജുകൾ മുസ്ലിമീങ്ങളെ തന്നെയും കൊന്നൊടുക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അടക്കമുള്ള 4ാം ഖലീഫയായ സ്വർഗാവകാശി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട പ്രവാചകൻ്റെ മരുമകൻ കൂടിയായ, പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരുവനായ 4ാം ഖലീഫയെ കൊല്ലുന്നിടത്തേക്ക് ഖവാരിജ് എന്ന പിഴച്ച വിഭാഗത്തെ കൊണ്ടെത്തിച്ചതിൻ്റെ ഒരു കാരണം വലാ ബറാ വിഷയത്തിലേക്ക് പറ്റിയ അബദ്ധം തന്നെയായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അംർ ഇബ്നു ആസിനെയും റളിയല്ലാഹു അൻഹുമാ കൊല്ലാൻ പ്ലാനിടാൻ അവരെ പ്രേരിപ്പിച്ചതും വലാ ബറാ വിഷയത്തിൽ ബന്ധം ചേർക്കലും ബന്ധം വിച്ഛേദിക്കലും എന്ന വിഷയത്തിൽ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ തന്നെയായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ അതേ വഴി സ്വീകരിച്ചു പോന്ന ആളുകൾ, സമാനമായ തെറ്റായ വഴികളിലൂടെ ജീവിച്ചു പോകുന്ന ആളുകൾ, അത്തരം സംഘങ്ങൾ, പ്രസ്ഥാനങ്ങൾ, വ്യക്തികളെല്ലാം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പല സാങ്കേതിക ശബ്ദങ്ങളെയും പോലെ ഈ സാങ്കേതിക ശബ്ദത്തെയും തെറ്റായി ഉപയോഗപ്പെടുത്തുകയും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസൃതമായി അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര സത്യം തന്നെയാണ്. ഇസ്ലാം പരിചയപ്പെടുത്തിയ ജിഹാദിനെ തെറ്റായി മനസ്സിലാക്കിയതുപോലെ, ഇസ്ലാം പരിചയപ്പെടുത്തിയ ഹാക്കിമിയത്തിനെ തെറ്റായി മനസ്സിലാക്കിയതുപോലെ, ഇസ്ലാം പരിചയപ്പെടുത്തിയ ഹിജ്റയെ തെറ്റായി മനസ്സിലാക്കിയതുപോലെ, ഇസ്ലാം പരിചയപ്പെടുത്തിയ രാഷ്ട്രസങ്കല്പങ്ങളെ തെറ്റായി മനസ്സിലാക്കിയതുപോലെ, ഇസ്ലാം മുന്നോട്ട് വെച്ച ചില വ്യത്യസ്തങ്ങളായ മതനിയമങ്ങളെ, വിധിവിലക്കുകളെ തെറ്റായി മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതുപോലെ വലാ ബറാ എന്ന ഈ രണ്ട് പദങ്ങളും ആ രൂപത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയോ തങ്ങളുടെ തെറ്റായ താല്പര്യങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും വേണ്ടി അതിനെ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതല്ലാതെ ലോകത്ത് അഹ്ലുസുന്നയുടെ ആദർശത്തിൽ ഉറച്ചു നിന്ന ഒരു പണ്ഡിതനും ആ ഒരു പണ്ഡിതൻ്റെ ഒരു ഗ്രന്ഥവും ഈ വിഷയത്തൊരിക്കലും ഒരു തെറ്റായ സമീപനം, ഒരു തെറ്റായ നയം ലോകത്തേക്ക് ഇതിൻ്റെ മറവിൽ നൽകിയിട്ടില്ല എന്ന കാര്യം തീർച്ചയാണ്. അഹ്ലുസുന്നയുടെ 10,000-കണക്കായ ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയെങ്കിൽ അവരൊക്കെ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ ഇമാം ഷാഫിഈ വലാഉം ബറാഉം പരിചയപ്പെടുത്തിയ അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുമുല്ലാഹ് വലാഉ ബറാഇന്റെ വ്യത്യസ്തങ്ങളായ വശങ്ങളെ പരിചയപ്പെടുത്തിയവർ തന്നെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇമാമുദ് ദഅവ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അടക്കമുള്ള മുൻകാല പണ്ഡിതന്മാർ വലാഉ ബറാഇനെ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി പരിചയപ്പെടുത്തിയവർ തന്നെയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളവരും തൊട്ടടുത്ത് മരിച്ചുപോയവരുമായ സൗദി അറേബ്യയിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ഇന്ത്യ രാജ്യത്താണെങ്കിലും ജീവിച്ച് മരിച്ചുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായ പ്രഗത്ഭരായ ഉന്നതരായ പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള, ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാനെ പോലെയുള്ള, ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീനെ പോലെയുള്ള, അതുപോലെ ഇന്നത്തെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ ആലു ഷെയ്ഖിനെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യയിലാണെങ്കിലും ജീവിച്ചു പോയ അഹ്ലെ ഹദീസിൻ്റെ പണ്ഡിതന്മാർ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ, KM മൗലയെ പോലുള്ള, അമാനി മൗലയെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഉമർ മൗലവി അടക്കമുള്ളവർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ, രചനകളിൽ ഈ വലാ ബറാഇനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ചില ആളുകൾ കൊണ്ടുവരുന്ന തെറ്റായി വ്യാഖ്യാനിക്കുന്ന വചനങ്ങൾ, ആയത്തുകൾ, ഹദീസുകൾ അത്തരം ആളുകൾ മാത്രം കണ്ടതല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആ ആയത്തുകൾക്ക് അമാനി മൗലവി തൻ്റെ പരിഭാഷയിൽ വളരെ കൃത്യമായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ആയത്തുകൾക്ക് നൽകിയ വിശദീകരണങ്ങളും ആ ആയത്തുകൾ ജീവിതത്തിൽ പാലിച്ചതും അമാനി മൗലവിക്ക് ഈ രാജ്യത്തോടൊപ്പം ജീവിക്കാൻ
തടസ്സമായി നിന്നിട്ടില്ല. KM മൗലവിക്ക് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തടസ്സമായി നിന്നിട്ടില്ല. MK ഹാജിക്ക് KM മൗലവിയുടെ കൂടെ വലങ്കയായി നിന്ന് ആ രംഗത്ത് സഹായിയായി സേവകനായി കൂടെ കൂടാൻ തടസ്സമായി മാറിയിട്ടില്ല. അബുൽ കലാം ആസാദ് വിശുദ്ധ ഖുർആനി വ്യാഖ്യാനം എഴുതിയ പ്രഗത്ഭനായ പണ്ഡിതനാണല്ലോ, സലഫി ആദർശം ജീവിതത്തിൽ സ്വീകരിച്ചവരാണല്ലോ. ആ അബുൽ കലാം ആസാദിന് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുവാൻ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളോടൊപ്പം രാഷ്ട്രപിതാവിനോടൊപ്പം അടക്കമുള്ളവരോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്ന് പോരാടുവാൻ ഈ ആയത്തുകൾ അദ്ദേഹത്തിന് തടസ്സമായി മാറിയിട്ടില്ല. ചില ആളുകൾ പുതിയ കണ്ടുപിടുത്തമായി വലായിനെയും ബറായിനെയും കൊണ്ടുവന്നപ്പോൾ അത്തരം ആളുകളെ പ്രഭാഷണങ്ങളിൽ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ആയത്തൊക്കെ പരിഭാഷയിൽ നിന്ന് നിങ്ങൾ പിൻവലിക്കുമോ? ഈ ആയത്തിനൊക്കെ അർത്ഥം നിങ്ങൾ പിൻവലിക്കുമോ? ഈ ഖുർആൻ പരിഭാഷയിലെ ആളുകളെ നിങ്ങൾ തൽക്കാലം തള്ളിക്കളയുമോ? ഇനി ഈ കാലത്തേക്ക് പറ്റില്ല, ഈ നാട്ടിലേക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തൽക്കാലം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമോ എന്ന ചോദ്യങ്ങൾ ചില ആളുകൾ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അവരൊക്കെ മനസ്സിലാക്കിയ ബലാഗ് എന്താണ് എന്ന് അത്ഭുതപ്പെടാനല്ലാതെ സഹോദരങ്ങളെ സാധ്യമല്ല. യഥാർത്ഥത്തിൽ വിശ്വാസികൾ ആരുമായൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏത് അളവിൽ ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്നും എവിടെയെല്ലാം ആരുമായെല്ലാം എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം ബന്ധങ്ങൾ വിച്ഛേദിക്കണമെന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് തുറന്നു പറയാൻ, അത് സ്വീകരിക്കാൻ, അത് സമൂഹത്തെ പഠിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും മടി കാണിച്ചിട്ടില്ല. അഹ്ലുസുന്നക്കാരംഗത്ത് ഒരു ആശങ്കയും ഉണ്ടായിട്ടുമില്ല. അതാരിഷ്ടപ്പെട്ടാലും ശരി, ആരിഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, അതാർക്ക് അരോചകമായി തോന്നിയാലും ശരി, അതൊരിക്കലും തുറന്നു പറയാൻ, ദീനിൽ സ്ഥിരപ്പെട്ടൊരു കാര്യം തുറന്നു പ്രഖ്യാപിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഏത് വിഷയത്തിലും എന്ന പോലെ ഈ വിഷയത്തിലും ഒരു നിലക്കുമുള്ള ആശങ്ക കാണിച്ചിട്ടില്ല എന്ന കാര്യം തീർച്ചയാണ്. ഇന്ന് ചില ആളുകൾ ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ ഒരു പണ്ഡിതന്റെ ഗ്രന്ഥത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് സ്വന്തം വക വിശദീകരണങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ഗ്രന്ഥത്തിലെ 2 വരിയും ബാക്കി തൻ്റെ വകയിലെ വ്യാഖ്യാനവും കൂട്ടിച്ചേർത്തുകൊണ്ട് വർഗീയമായ ചെളിതിരിവുണ്ടാക്കാവുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, പ്രഭാഷണങ്ങൾ സലഫിയത്തിൻ്റെ പേരിൽ സ്വയം പരിചയപ്പെടുത്തുന്ന, എന്നാൽ ആ പേരിന് ലവലേശം അവകാശം ഉന്നയിക്കാൻ ഇന്ന് വകുപ്പില്ലാത്ത ചില ആളുകൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ സംസാരിച്ച ആളുകളാണ് ഇതിലെ ഉത്തരവാദികൾ. അവരാണ് കുറ്റക്കാരെന്നല്ലാതെ മൂലഗ്രന്ഥം എഴുതിയ ലോകം അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ നേതാക്കളായ പണ്ഡിതന്മാരോ അത് അവർക്ക് എഴുതിയ ഗ്രന്ഥങ്ങളോ അതിന് ഉത്തരവാദികളല്ല എന്ന് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ട് തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളിലുമുണ്ട്, അല്ലാത്തവരിലുമുണ്ട്. അതിന് ഖുർആൻ അല്ലല്ലോ ഉത്തരവാദി. ആ ആയത്തുകളെ സന്ദർഭം നടത്തിയെടുത്ത് അവർ തെറ്റായി ഉപയോഗിച്ചെങ്കിൽ അവരുത്തരവാദി എന്നല്ലാതെ ഖുർആൻ അതിന് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? മുഹമ്മദ് നബിയുടെ വചനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ പേരിൽ വ്യാജമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ വ്യക്തിത്വത്തിന് വല്ല കളങ്കവും ഉണ്ടോ? അത് പ്രവാചക വചനങ്ങൾക്ക് അതുകൊണ്ട് വല്ല നഷ്ടവും ഉണ്ടായിട്ടുണ്ടോ സഹോദര? ഇല്ല. ഇന്നും ലോകത്ത് ഇസ്ലാമിലെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് എല്ലാവരാലും പ്രഖ്യാപിക്കപ്പെട്ട IS പോലുള്ള, അൽ-ഖാഇദ പോലുള്ള ഈ തീവ്രവാദ സംഘങ്ങൾ അവർ പല അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് ചില വാചകങ്ങൾ അടർത്തിയെടുത്ത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. ഇബ്നു തൈമിയുടെ കിതാബിൽ നിന്ന്, ഇബ്നു ഖയ്യിമിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയുള്ള ചില പരാമർശങ്ങളെ സന്ദർഭങ്ങളിൽ മുറിച്ചെടുത്ത് അതുമാത്രം ഉപയോഗപ്പെടുത്തി അത് സ്വന്തം ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെയും ഈ ഇബ്നു തൈമിയുടെ ആളുകളാണ് എന്നും അവരുടെ വചനങ്ങളാണ് ഞങ്ങൾക്കിതിന് മുഖവിലക്കെടുക്കുന്നത് എന്നുമുള്ള പ്രചാരം നിർവഹിക്കുമ്പോൾ ഇബ്നു തൈമിയ്യ അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടേണ്ടവരല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടേണ്ടവരല്ല. നേരെ മറിച്ച് ആ വചനങ്ങളെ സന്ദർഭം നടത്തിയെടുത്ത് ദുരുപയോഗം ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ ഇവിടെ കുറ്റവാളികൾ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്തിനേറെ പരാമർശ വിധേയമായ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാനിൻ്റെ അൽ വലാഉ വൽ ബറാഉ ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥം പോലും, ആ ഗ്രന്ഥത്തിന് മലയാള പരിഭാഷയുണ്ട്. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയാണല്ലോ പരിഭാഷ പ്പെടുത്തിയത്. അതിൻ്റെ ആമുഖത്തിൽ പോലും കൊടുത്ത വാചകം എന്താ? ചില തീവ്രവാദികൾ ഈ വിഷയത്തിൽ വർഗീയത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പുതിയതായി എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിൽ ചില പുതുമകൾ കൂട്ടിച്ചേർക്കാൻ താല്പര്യം കാണിക്കുന്നവരാണിവർ. മുസ്ലിങ്ങളുമായി നന്മയിൽ പങ്കുചേരുന്ന അമുസ്ലിമുകളുമായി പ്രവാചകനും അനുചരന്മാരും സ്വീകരിച്ച നിലപാടുകൾ എത്രമാത്രം മാതൃകാപരമായിരുന്നുവെന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ആമുഖത്തിൽ തന്നെ കാര്യം
ഇപ്രകാരം പഠിപ്പിക്കുന്നു. അമാനി മൗലവി തൻ്റെ പരിഭാഷയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ വലാഉമായി ബന്ധപ്പെട്ട, വിലായത്തുമായി ബന്ധപ്പെട്ട, വലിയുമായി ബന്ധപ്പെട്ട, മഹബത്തുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ അവിടെയെല്ലാം ഈ നിലയ്ക്കുള്ള വിശദീകരണം അദ്ദേഹം നൽകുന്നത് കൃത്യമായി കാണാനും സാധിക്കും. അതുകൊണ്ട് സഹോദരെ, വിഷയം പഠിക്കുകയല്ലാതെ മറ്റൊരു മാർഗം നമുക്ക് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് തള്ളിപ്പറയേണ്ടതല്ല, ഏതെങ്കിലും പറയുമ്പോഴേക്ക് എല്ലാത്തിനും ഒളിച്ചോടേണ്ടവരല്ല. പലപ്പോഴും ഇത് പലരും അങ്ങനെയാണ്. സലഫികളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ പോലും പലപ്പോഴും ചില വിവാദങ്ങൾ വരുമ്പോൾ എങ്കിൽ പിന്നെ നമുക്ക് ആ സലഫിയത്ത് ആവശ്യമില്ലെന്ന് പറയാൻ, നമുക്ക് അത്തരം സലഫി പണ്ഡിതന്മാരുമായി ബന്ധമില്ലെന്ന് പറയാൻ, നമുക്ക് ആ മാർഗം വേണ്ടെന്ന് പറയാൻ ചില ആളുകൾ രംഗത്ത് വരുന്നുവെങ്കിൽ അതല്ല ശരി. നേരെ മറിച്ച് ന്യായമാണോ ആ ന്യായത്തിൻ്റെ കൂടെ നിൽക്കാം. അതല്ല, ന്യായക്കേട് ആരിൽ നിന്നുണ്ടായാലും ശരി, അത് അംഗീകരിക്കേണ്ട കാര്യവുമില്ല. അള്ളാഹുവിൻ്റെ റസൂലിനപ്പുറം ഒരാൾക്കും അപ്രമായത്വം കൽപ്പിക്കാൻ അഹ്ലുസുന്ന പഠിച്ചിട്ടില്ല, സലഫികൾ അത് പരിചയപ്പെടുത്തിയിട്ടില്ല. ഏതൊരാളുടെ വാക്കിലും തള്ളേണ്ടതുണ്ടാകും, കൊള്ളേണ്ടതുണ്ടാകും. ഇല്ലാ സാഹിബ ഹാദൽ ഖബ്ർ എന്ന ഇമാം മാലിക് റഹിമഹുള്ളയുടെ ആ പ്രഖ്യാപനമുണ്ടല്ലോ. മദീന പള്ളിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിനെ നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇമാമു ദാരിൽ ഹിജറ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന, മദീനയിലെ ഇമാം എന്നറിയപ്പെടുന്ന ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം പ്രഖ്യാപിച്ചത്, ഈ ഖബർ കിടക്കുന്ന പ്രവാചകരുടേതല്ലാത്ത മറ്റാരുടെ വാക്കിലും തള്ളേണ്ടതുണ്ടാകാം, കൊല്ലേണ്ടതുണ്ടാകാം. ഈ പ്രവാചകന്റെ വചനങ്ങളിൽ മാത്രമേ തള്ളേണ്ടതില്ലാത്തതുള്ളൂ, കൊല്ലേണ്ടത് മാത്രമുള്ളതുള്ളൂ എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ അത് തന്നെയാണ് അഹ്ലുസുന്ന ഈ കാലം അത്രയും സ്വീകരിച്ച നയം. മുജാഹിദ് പ്രസ്ഥാനം, സലഫികൾ ഈ കാലം അത്രയും സ്വീകരിച്ചു പോന്ന നയം അത് തന്നെയാണ്. ആ സത്യത്തിന് വിരുദ്ധമായ വല്ല പരാമർശങ്ങളും ഇബ്നു തൈമിയ്യ പറഞ്ഞാലും ശരി, ഇബ്നു ഖയ്യിം പറഞ്ഞാലും ശരി, ഇബ്നു ബാസ് പറഞ്ഞാലും ശരി, ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞാലും ശരി, ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ പറഞ്ഞാലും ശരി, KM മൗലവി പറഞ്ഞാലും ശരി, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആര് പറഞ്ഞാലും ശരി, ആ വ്യക്തികളെക്കാളേറെ മുജാഹിദ് പ്രസ്ഥാനം, അഹ്ലുസുന്ന എന്നും പ്രാധാന്യം കൽപ്പിച്ചത് മതനിയമങ്ങൾക്കാണ്, ശരീഅത്തുകൾക്കാണ്, പ്രമാണങ്ങൾക്കാണ്. പ്രമാണങ്ങൾക്കപ്പുറം ഒരാൾക്കും അപ്രമായത്വമില്ല എന്ന അടിസ്ഥാന തത്വം ഇവിഷയമായി ആമുഖമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എന്താണ് സഹോദരങ്ങളെ വലാ, എന്താണ് ബറാ? ഞാൻ സൂചിപ്പിച്ചുവല്ലോ, വലാ എന്ന് പറഞ്ഞാൽ ബന്ധം ചേർക്കലാണ്, ബന്ധം ചേർക്കലാണ്, വലിയായി സ്വീകരിക്കലാണ്, വിലായത്ത് സ്ഥാപിക്കലാണ്, ബന്ധം ചേർക്കലാണ്. ബറാ എന്ന് പറഞ്ഞാൽ ബന്ധം വിച്ഛേദിക്കലാണ്. ആരോട് വിച്ഛേദിക്കുക, ഏതു ബന്ധം വിച്ഛേദിക്കുക കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഇതേ പുസ്തകത്തിൻ്റെ പോലും ആമുഖത്തിൽ കൃത്യമായി എടുത്തു കൊടുക്കുന്നു, ലോകത്തെ മുഴുവൻ നിരർത്ഥകങ്ങളെയും അതിൻ്റെ ആളുകളെയും വെറുക്കുക, ഒഴിയുക എന്നതാണ് ബറാഇൻ്റെ ആശയതലം. ലോകത്ത് എന്തെല്ലാം നിരർത്ഥകതയുണ്ടോ, ലോകത്ത് എന്തെല്ലാം ബാത്തിലുണ്ടോ, ലോകത്ത് എന്തെല്ലാം തെറ്റായ നടപടിക്രമങ്ങൾ, അനീതിയുടെ നടപടിക്രമങ്ങൾ, അക്രമങ്ങളുടെ രീതികൾ എന്തെല്ലാം ലോകത്തുണ്ടോ എല്ലാം നിരർത്ഥകതയെയും വെറുക്കുക. ആ നിരർത്ഥക ആളുകളായി ആര് രംഗത്ത് വരുന്നുവോ അവരോട് വെറുപ്പ് കാണിക്കുക. എന്തിൻ്റെ പേരിൽ? ആ നിരർത്ഥകതയുടെ പേരിൽ, ആ ബാത്തിലിൻ്റെ പേരിൽ. അതിൻ്റെ മറുവശമാണ് വലാ, ബന്ധം ചേർക്കുക. സത്യങ്ങളുടെ കൂടെ, നീതിയുടെ കൂടെ, നന്മയുടെ കൂടെ സഹകരിക്കുകയും ആ നന്മയുടെ സത്യത്തിൻ്റെ മാർഗത്തിൽ സഹകാരികളായി നിലകൊള്ളുകയും ചെയ്യുക. ലോകത്തെ ഏറ്റവും വലിയ സത്യം എന്താ? ലോകത്തിന് സൃഷ്ടാവിനെ ആരാധിക്കുക എന്നതാണ്. ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട്, അത് സത്യമാണ്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, സംരക്ഷിക്കുന്ന, സംവിധാനിച്ച, ആവശ്യമായ പരിപാലനങ്ങൾ ആവശ്യമായ സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ സൃഷ്ടാവ് അത് സത്യമാണ്. ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ലോകം മുഴുക്കയും അങ്ങനെ സൃഷ്ടാവില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാലും ശരി, ഒരു സൃഷ്ടാവില്ലാതിരിക്കില്ല. സൃഷ്ടാവുണ്ട്, സത്യമാണ്. എങ്കിൽ ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക. അതാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രമം, അതാണ് ലോകത്തെ ഏറ്റവും വലിയ നീതി, അതാണ് ലോകത്തെ ഏറ്റവും വലിയ സത്യം. ആ ക്രമം തെറ്റിക്കുമ്പോൾ ഏറ്റവും വലിയ അക്രമമായി മാറുന്നു. അതുകൊണ്ടാണ് ശിർക്ക്, ബഹുദൈവാരാധന ഏറ്റവും വലിയ അക്രമമായി ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇന്ന ശിർക ലദുൽമുൻ അളീം. തീർച്ചയായും ശിർക്ക് ഏറ്റവും വലിയ അക്രമം തന്നെയാകുന്നു. എന്തുകൊണ്ട് ബഹുദൈവാരാധന ഏറ്റവും വലിയ അക്രമമായി മാറി? എന്തുകൊണ്ട് അള്ളാഹുവിൽ പങ്കുചേർക്കൽ, ദൈവത്തിൽ പങ്കുചേർക്കൽ, സൃഷ്ടാവിന് സമന്മാർ നിശ്ചയിക്കൽ ഏറ്റവും വലിയ അക്രമമായി മാറി? സൃഷ്ടാവിനെ ആരാധിക്കൽ ഏറ്റവും വലിയ ക്രമമാണ്, രക്ഷിതാവിനെ ആരാധിക്കൽ ഏറ്റവും വലിയ ക്രമമാണ്. ഏറ്റവും വലിയ ക്രമം തെറ്റിക്കുമ്പോൾ ഏറ്റവും വലിയ അക്രമമായി മാറുന്നു. അതുകൊണ്ട് ഇസ്ലാം ഗണ്യമായി പഠിപ്പിച്ചു, അർത്ഥസംഖ്യയില്ലാത്ത വിധം കൃത്യമായി പഠിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല. അത് ആരംഗീകരിച്ചാലും ആരംഗീകരിച്ചില്ലെങ്കിലും ശരി, അത് സത്യമാണ്.
അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് സൃഷ്ടിച്ച സൃഷ്ടാവ് മാത്രമേ ഇലാഹായിട്ടുള്ളൂ. അവനെ മാത്രമേ ആരാധിക്കാവൂ. പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, സത്യം ചെയ്യലുകൾ, സഹായാർത്ഥനകൾ, ഇസ്തിഗാസകൾ, ഇസ്തിആനകൾ തുടങ്ങിയ എല്ലാ ആരാധനാ കർമ്മങ്ങളും ആ ഏകനായ സൃഷ്ടാവിൻ്റെ മുമ്പിൽ, ആ ഇലാഹിൻ്റെ മുന്നിൽ മാത്രമേ സമർപ്പിക്കാവൂ. അത് സത്യമാണ്. ആ സത്യം സ്വീകരിക്കുക. ആ സത്യം സ്വീകരിച്ച ആളുകളുമായി ഉണ്ടാകുന്ന ഒരു ആദർശ ബന്ധം, അതാണ് മുവാലാത്ത്. ആ സത്യം സ്വീകരിച്ചവർ ആരാണോ അവരുമായി ഉണ്ടാകുന്ന ഒരു ആദർശ ബന്ധം, ഈ ആദർശത്തിൻ്റെ പേരിൽ, ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ലോകത്തെ ഏറ്റവും വലിയ സത്യം സ്വീകരിച്ചവനാണ് ഞാൻ, അതേ സത്യം സ്വീകരിച്ചവനാണ് ഇയാൾ, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ആ നിൽക്കൊരു ബന്ധമുണ്ട്. അതാണ് വലാ. ആ ബന്ധം വിശ്വാസികൾ തമ്മിലേ ഉണ്ടാകൂ എന്നർത്ഥം. ഈ സത്യം സ്വീകരിക്കാത്ത ഒരാളുമായി ഈ ബന്ധം സ്ഥാപിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ലല്ലോ. ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നവനും ഒരുപാട് വ്യാജമായ ദൈവങ്ങളെ, ആരാധ്യന്മാരെ സങ്കല്പിച്ചുണ്ടാക്കി ആരാധിക്കുന്നതും തമ്മിൽ എങ്ങനെയാ സഹോദരന്മാരെ ഒരു ആദർശ പൊരുത്തമുണ്ടാവുക? എങ്ങനെയാ ആദർശ ബന്ധമുണ്ടാവുക? എങ്ങനെയാണ് ആ അടിസ്ഥാനത്തിലുള്ള ഒരു സ്നേഹബന്ധമുണ്ടാവുക? ആ സ്നേഹബന്ധം അവരുമായി ഉണ്ടായിക്കൂടാ. അത് മുറിച്ചു കളയേണ്ടതാണ്. അതാണ് ബറാ, ബന്ധവിച്ഛേദനം. വലാവും ബറാവും, ബന്ധം സ്ഥാപിക്കലും ബന്ധം വിച്ഛേദിക്കലും. അല്ലാതെ അയൽപ്പക്കത്തിൽ അമുസ്ലിം ഉണ്ടെങ്കിൽ അവനോട് ചിരിക്കാമോ ഇല്ലേ? വലാ ബറാഇന്റെ വിഷയമല്ല. അയൽപ്പക്കത്തിൽ അമുസ്ലിം ജീവിക്കുന്നുവെങ്കിൽ അവൻ്റെ വീട്ടിൽ താക്കോൽ ഏൽപ്പിക്കാമോ ഇല്ലേ? വലാ ബറാഇന്റെ വിഷയമല്ല. ആ മുസ്ലിം രോഗിയായി കഴിഞ്ഞാൽ അവന് വേണ്ട സഹായങ്ങൾ, പരിചയങ്ങൾ നൽകാമോ ഇല്ലേ? വലാ ബറാഇന്റെ വിഷയമല്ല. അതിന് ഇസ്ലാം പഠിപ്പിച്ചത് മുആമലാത്ത് എന്നാണ്, മുവാലാത്ത് എന്നല്ല. മുആമലാത്താണ്, പരസ്പരമുള്ള ബന്ധങ്ങളാണ്, ഇടപാടുകളാണ്, മാനുഷികമായ ബന്ധങ്ങൾ. അതേപോലെ രാജ്യവുമായി ബന്ധപ്പെട്ട, നാടുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ആ വക വ്യത്യസ്തമായ ബന്ധങ്ങളിലൂടെയാണല്ലോ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ത്വബീഅത്തിൽ, അവൻ്റെ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് പരസ്പരമുള്ള ബന്ധങ്ങൾ. ഏത് നാട്ടിൽ ചെന്ന് ഒരാളെ കണ്ടാലും ഒന്ന് പരിചയപ്പെടുന്നു. എവിടെയാണ് നിങ്ങൾ? ഏത് രാജ്യത്താണ് നിങ്ങൾ? ഏത് നാട്ടിലാണ് നിങ്ങൾ? ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാൽ ആവേശം വർദ്ധിക്കുന്നു. ഇന്ത്യയിൽ എവിടെയാണ്? കേരളത്തിലാണെന്ന് അറിയുമ്പോൾ കുറച്ചുകൂടെ ഒരു ബന്ധമുണ്ടാകുന്നു. ആ ബന്ധം എന്തടിസ്ഥാനത്തിലാണ്? ആദർശത്തിൻ്റെ പേരുള്ള ബന്ധമല്ല. നേരെ മറിച്ച് ഒരു രാജ്യക്കാരാണ് ഞങ്ങൾ, ഒരു നാട്ടുകാരാണ് ഞങ്ങൾ, ഒരു ഭാഷക്കാരാണ് ഞങ്ങൾ, ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ എന്ന നിലക്കുള്ള ബന്ധമുണ്ട്. ആ ബന്ധത്തിന് അഹ് എന്ന പദം പോലും ഉപയോഗിച്ചാൽ തെറ്റല്ലെന്നാണ് ഖുർആനിക ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞകാല പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ ഖുർആൻ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞെന്താ? ഇത് ഖാലലഹും അഖൂഹും നൂഹ് എന്നാണ്. അവിടെ സഹോദരനായ നൂഹ് അവരോട് പറഞ്ഞു എന്ന. അതെന്ത് സഹോദര്യമാ സഹോദരന്മാരെ? ശിർക്കിൽ മുങ്ങിക്കുളിച്ച ആ രാജ്യക്കാരോട്, ആ നാട്ടുകാരോട്, തൻ്റെ ഗ്രാമക്കാരോട് റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നൂഹ് നബി പ്രബോധനം ചെയ്യുമ്പോൾ നൂഹ് നബിയെ പരിചയപ്പെടുത്തിയത് അഖൂഹും, അവിടെ സഹോദരനായ നൂഹ് എന്നാണ്. ആ സാഹോദര്യം എന്താ? ആദർശരംഗത്തെ സാഹോദര്യമല്ല, മുസ്ലിമീ തമ്മിലുള്ള സാഹോദര്യമല്ല, അതിനപ്പുറത്തുള്ള സാഹോദര്യമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. ആദുകാരിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെ നാം നിയോഗിച്ചുവെന്നാണ്. സമൂദുകാരിലേക്ക് അവരുടെ സഹോദരനായ ശുഐബിനെ നാം നിയോഗിച്ചുവെന്നാണ്, അവരുടെ സ്വാലിഹിനെ നാം നിയോഗിച്ചുവെന്നാണ്. മദിയൻകാരിലേക്ക് അവരുടെ സഹോദരനായ ശുഐബിനെ നാം നിയോഗിച്ചുവെന്നാണ്. അവിടേക്ക് സഹോദരൻ എന്ന വാക്ക് തന്നെയാണ് ഖുർആൻ പരിചയപ്പെടുത്തത്. അവർ തമ്മിൽ ആദർശരംഗത്തെ ബന്ധമുണ്ടായിട്ടല്ല, അവർ തമ്മിൽ ഒരേ ആശയം സ്വീകരിച്ചിട്ടല്ല. ഒരു നാട്ടുകാരാണവർ, പരസ്പരം കുടുംബമുള്ളവരാണവർ, അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് ജനിച്ചു വളർന്ന് കളിച്ചു വന്ന ആളുകളാണവർ, പരസ്പരം ബന്ധുക്കളാണവർ. അതുകൊണ്ട് ആ ബന്ധത്തെ പരിചയപ്പെടുത്തിയപ്പോൾ വിശുദ്ധ ഖുർആൻ അഹുൻ എന്ന പദം, സഹോദരൻ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് അപ്പുറത്തുമുണ്ട്. വിശ്വാസികൾ തമ്മിൽ സഹോദരങ്ങളാണ്, അവർ തമ്മിൽ ഏകോദര സഹോദരങ്ങളാണ്. ഈ രണ്ട് സഹോദരത്തെയും പരസ്പരം വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യക്കാരെ മുഴുവനും എൻ്റെ സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാകും, സ്വാഭാവികമാണ്. അത് പറയാൻ കഴിയുമോ? ഇന്ത്യക്കാരനെ സഹോദരനായി കാണാൻ പറ്റുമോ എന്ന ചോദ്യം അത്തരം ചില ആളുകളുടെ സങ്കുചിതമായ മനസ്സിൽ നിന്ന്, സങ്കുചിതമായ വായനയിൽ നിന്ന്, പ്രമാണങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്ത അവിടെ ആ തെറ്റായ വായനയിൽ നിന്നുണ്ടായ ഒരു
ചിന്ത തന്നെയാണ് എന്നുള്ളത് പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലാത്ത പക്ഷം ഈ വചനങ്ങളെ മനസ്സിലാക്കിയ ഒരാൾക്ക് ആ ഒരു അർത്ഥത്തിൽ സഹോദര്യം സ്ഥാപിക്കുന്നതിൽ സഹോദരന്മാരെ എവിടെയാണ് ഖുർആൻ വിലക്കേർപ്പെടുത്തുന്നത്? ഒരിക്കലുമില്ല. അതുകൊണ്ട് അതല്ല വലാ ഇബ്റാഇന്റെ വിഷയം. പരസ്പരം ഉണ്ടാവേണ്ടുന്ന ബന്ധങ്ങളും ഉണ്ടാകാൻ പാടില്ലാത്ത ബന്ധങ്ങളെയും പരിചയപ്പെടുത്തിയപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ, ഈ ഇടപാടുകൾ, ഈ പരസ്പരമുള്ള ബന്ധങ്ങൾ, ഈ അർത്ഥത്തിലുള്ള സ്നേഹവായ്പകൾ അതൊന്നും പാടില്ലെന്ന് എവിടെയും പഠിപ്പിക്കുന്നില്ല. ലോകത്താരും പറഞ്ഞിട്ടുമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാരും തന്നെ ആ നിലയ്ക്ക് വലാ ഇബ്റാഇനെ പരിചയപ്പെടുത്തിയിട്ടുമില്ല. നേരെ മറിച്ച് അസത്യത്തോട്, കുഫറിനോട്, ശിർക്കിനോട്, ബഹുദൈവ ആരാധനയോട് തീർച്ചയായും മനസ്സിൽ വിദ്വേഷമുണ്ട്. ഒരു മുസ്ലിമിന് സംശയമേതുമില്ല. ലോകരക്ഷിതാവിന് പുറമെ മറ്റൊരാൾ ആരാധിക്കപ്പെടുന്നുവെങ്കിൽ അത് നബി ആരാധിച്ചാലും ശരി, അത് മഹാൻ ആരാധിച്ചാലും ശരി, അത് മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരെ ആരാധിച്ചാലും ശരി, അല്ലാത്ത മനുഷ്യരെ ആരാധിച്ചാലും ശരി, കല്ലുകളും മരങ്ങളും ആരാധിക്കപ്പെട്ടാലും ശരി, അതെല്ലാം ഒരേ അർത്ഥത്തിൽ അത് അസഹിഷ്ണുതയുള്ളതായി, ഒരേ അർത്ഥത്തിൽ എതിർക്കപ്പെടേണ്ടതായി, ഒരേ അർത്ഥത്തിൽ മതവിരുദ്ധമായി വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുമാണ് എന്നർത്ഥം. അഥവാ ഒരാൾ നബിയെ ആരാധിക്കുന്നു, ഒരാൾ മറ്റൊരു തൻ്റെ അവതാര പുരുഷനായി കാണുന്നവനെ ആരാധിക്കുന്നു. രണ്ടിനെയും ഒരേ അർത്ഥത്തിലാണ് ഇസ്ലാം കാണുന്നത്. രണ്ടും അബദ്ധമാണ്, രണ്ടും അന്യായമാണ്, രണ്ടും അക്രമമാണ്. പ്രവാചകന്മാരെയല്ലേ ഞാൻ ആരാധിച്ചത്, അവൻ ആരാധിച്ചതോ മറ്റൊരു മനുഷ്യദൈവത്തെയല്ലേ എന്ന വേർതിരിവ് അവിടെ ഇല്ല. റഹ്മാനായ റബ്ബിന് പുറമെ, ലോകരക്ഷിതാവിന് പുറമെ ആര് ആരാധിക്കപ്പെട്ടാലും ശരി അത് അന്യായമാണ്, അത് ശിർക്കാണ്. അതുകൊണ്ടല്ലേ പ്രവാചകരോട് പോലും ഖുർആനിന്റെ താക്കീത്, നബിയെ താങ്കളാണെങ്കിൽ പോലും ശിർക്ക് ചെയ്താൽ നരകത്തിലാണ് എന്നാ ഖുർആൻ പഠിപ്പിച്ചത്. ശിർക്ക് ചെയ്യുന്നവൻ ഒരു നബിയാണെങ്കിൽ പോലും, ഒരു പ്രവാചകനാണെങ്കിൽ പോലും, ആ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് ശിർക്കുണ്ടായാലും ആ ശിർക്കിന്റെ ഗൗരവം കുറയുന്നില്ല. പ്രവാചകന്മാർ ശിർക്ക് ചെയ്യുന്നവരല്ല, പാപങ്ങൾ ചെയ്യുന്നവരല്ല, പാപസുരക്ഷിതരാണ്, മഅസൂമുമാരാണ്. എന്നിട്ട് പോലും ഖുർആൻ പറഞ്ഞു, ഏതു നബിയാവട്ടെ, ഏതു വലിയവരാകട്ടെ, അവരൊക്കെ റഹ്മാനായ റബ്ബിന് പുറമെ മറ്റൊരു ആരാധന സ്വീകരിക്കുന്നുവെങ്കിൽ അതോടുകൂടി എല്ലാം നഷ്ടമായി പോയി, നരകാവകാശിയായി മാറുമെന്ന് ഖുർആൻ താക്കീത് ചെയ്തെങ്കിൽ സഹോദരമായ മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിലും ഈ കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോന്നവർ തന്നെയാണ്. മുസ്ലിമീങ്ങൾ ഒരു ഭാഗം ആളുകൾ ഖബർ പൂജയിലേക്ക് പോയപ്പോൾ, മരിച്ചുപോയ മനുഷ്യന്മാർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന രീതിയുമായി വന്നപ്പോൾ മുസ്ലിങ്ങളല്ലേ ചെയ്യുന്നത്, തൽക്കാലം കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടില്ല മുജാഹിദ് പ്രസ്ഥാനം. അവിടെ ഈ നിലപാട് പഠിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ഏതർത്ഥത്തിലാണോ അതിനെതിരെ ഇറങ്ങാൻ മതം ആവശ്യപ്പെടുന്നത് ആ അർത്ഥത്തിൽ ഇറങ്ങിയവർ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് ഈ നാട്ടിലെ അമുസ്ലിമീങ്ങളായ ആളുകൾ ബഹുദൈവാരാധന ചെയ്തു, മുസ്ലിമീങ്ങളായ ആളുകളും ബഹുദൈവാരാധന ചെയ്തു. രണ്ടും ഒരുപോലെ എതിർക്കാൻ മുജാഹിദ് പ്രസ്ഥാനം എന്നും ഉണ്ടായിട്ടുണ്ട്. അല്ല, ഒരു വേള മുസ്ലിം സമുദായത്തിലെ ശിർക്കിനെ, മുസ്ലിം സമുദായത്തിലെ ബഹുദൈവാരാധനാപരമായ രീതികളെ അതിശക്തമായി എതിർക്കുകയും മുസ്ലിമീങ്ങളാണല്ലോ ചെയ്യുന്നത് എന്നതുകൊണ്ട് അവിടെ ഒരു പ്രത്യേകമായ ഒരു ലാഘവത്വം കാണിച്ചുകൊണ്ട്, ഒരു വംശീയമായ സാമുദായികമായ ഒരു ലാളിത്യം കാണിച്ചുകൊണ്ട് ചെറുതായി കാണാൻ മുജാഹിദ് പ്രസ്ഥാനം സന്നദ്ധമായിട്ടില്ല. അതിശക്തമായ പ്രഭാഷണങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും സ്നേഹസംവാദങ്ങളും വാദപ്രതിവാദങ്ങളും അവരുമായി സംഘടിപ്പിക്കുകയും നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ലെന്ന് അതിശക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. എന്നതുപോലെ ഈ രാജ്യത്തെ ഏത് മനുഷ്യനും ആ മനുഷ്യൻ്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന് മുസ്ലിമീങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട്, സ്വാഭാവികമാണ്. ഇവിടുത്തെ ഏതു മനുഷ്യനും, ലോകത്തെ ഏതു മനുഷ്യനും ജനിച്ചു വരുന്നത് അദൽ ഫിത്ര, ശുദ്ധമായ പ്രകൃതിയോടെയാണ്. തൻ്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ, തൻ്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാൻ പാകപ്പെട്ട മനസ്സോടെയാണ് ഈ ലോകത്തേക്ക് ഓരോ മനുഷ്യ കുഞ്ഞും പിറന്നു വീഴുന്നത്. പിന്നീട് അവൻ്റെ മാതാപിതാക്കളാണ്, അവൻ്റെ സാഹചര്യങ്ങളാണ്, അവൻ്റെ സമുദായങ്ങളാണ് അവനെ മറ്റു പല ബഹുദൈവാരാധനാപരമായ നിലപാടിലേക്ക് അവൻ തെറ്റിച്ചു കൊണ്ടുപോകുന്നത്. എങ്കിൽ തെറ്റിച്ചു കൊണ്ടുപോകാൻ സമ്മതിക്കാതെ മുഴുവൻ മനുഷ്യരും തങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണമെന്നാണ്. മുസ്ലിമീങ്ങളെ മാത്രം കുത്തകയായി വെക്കുന്ന ഒന്നല്ല അള്ളാഹു എന്ന ലോക സൃഷ്ടാവ്, മുഹമ്മദ് നബി എന്ന ലോകത്തിൻ്റെ പ്രവാചകൻ. നേരെ മറിച്ച് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും
നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവാരോ ആ രക്ഷിതാവിനെ ആരാധിക്കണമെന്നാണ് ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ ആവശ്യപ്പെടുന്ന എല്ലാ മനുഷ്യരോടും. ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മുസ്ലിമെന്നോ ജാതിയുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ മതമുള്ളവനെന്നോ അല്ലാത്തവനെന്നോ ഈശ്വരവിശ്വാസിയെന്നോ നിരീശ്വരവാദിയെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരോടും ഇസ്ലാം ആവശ്യപ്പെടുന്നു. നിന്റെ രക്ഷിതാവാരാണോ, നിന്റെ സൃഷ്ടാവാരാണോ, നിന്നെ പടച്ചവനാരാണോ ആ സൃഷ്ടാവിനെ മാത്രമേ നീ ആരാധിക്കാവൂ. അത് സ്വീകരിക്കുന്നിടത്തോളം, അത് സ്വീകരിക്കാത്ത കാലത്തോളം സ്വാഭാവികമായും ആദർശരംഗത്തെ വിയോജിപ്പ് നിലനിൽക്കുക തന്നെ ചെയ്യും. ആദർശരംഗത്ത് രണ്ടും രണ്ടായി വേറിട്ട് നിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ ആദർശരംഗത്തെ വിയോജിപ്പ് പരസ്പരമുള്ള ബന്ധങ്ങൾക്ക്, പരസ്പരമുള്ള ഇടപാടുകൾക്ക്, പരസ്പരമുള്ള ചങ്ങാത്തങ്ങൾക്ക്, പരസ്പരമുള്ള സാഹോദര്യങ്ങൾക്ക് തടസ്സമായി നിൽക്കേണ്ടതല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് അഹ്ലുസുന്നയുടെ ആധുനിക പണ്ഡിതന്മാർ പോലും ഇക്കാര്യം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ പ്രധാനിയായ സ്വാലിഹ് അൽ ഷെയ്ഖ് ഹഫിളഹുല്ല ഇന്നും ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് വിഷയമായി ചോദിച്ച ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ മറുപടികളും വളരെ ശ്രദ്ധേയമാണ്. ഈ രംഗത്ത് അദ്ദേഹം ഇവിടെ പറയുന്നു, എന്ന വിഷയം യഥാർത്ഥത്തിൽ അത് റാജിഅത്തുൻ ഫിൽ അസാസി ഇലാ ഹുബ്ബിദ്ദീനി വബുഗ്ദിൽ കുഫ്രി യഅനി അഖീദതൻ. വിശ്വാസപരമായി ആ ഒരു ആദർശത്തെ സ്നേഹിക്കുക, ആ ആദർശത്തെ വെറുക്കുക എന്നതിൽ അടിസ്ഥാനമാണ്, അതിൽ അധിഷ്ഠിതമാണ് വലാ ബറാ എന്ന വിഷയം. അതല്ലാതെ ഒരിക്കലും പരസ്പരമുള്ള ബന്ധങ്ങൾ പാടില്ല എന്നതല്ല. ശേഷം അദ്ദേഹം പറയുകയാണ്, ലൈസത്ത് കുല്ലു അലാഖത്തിൻ ഔ മുആമലത്തിൻ മഅ ഗൈരിൽ മുസ്ലിമി ഔ മഅൽ യഹൂദി ഔ മഅൻ നസ്റാനി അന്നഹാ തുഅ്തബറു മുവാലാതൻ. അഥവാ ഏത് അവിശ്വാസിയുമായും ഏത് ജൂതനുമായും ഏത് ക്രിസ്ത്യാനിയുമായും ഏത് ഇതര മതസ്ഥനുമായുമുള്ള ഏതു ബന്ധങ്ങളെയും മുവാലാത്തിൻ്റെ ഭാഗമായി, വലാഇൻ്റെ ഭാഗമായി, മുറിക്കാമെന്ന ബന്ധങ്ങളെ മുറിക്കാതെ ചേർക്കലായി മനസ്സിലാക്കാൻ പാടില്ല. ആ വകുപ്പിലേക്ക് അത് വരുന്നില്ല. നേരെ മറിച്ച് അതൊക്കെ വിശദാംശങ്ങൾ, വിശദീകരണങ്ങൾ ആ രംഗത്ത് ആവശ്യമാണ്. എന്നിട്ട് നബിതങ്ങൾ ക്രിസ്ത്യാനികളായ ആളുകളെ സ്വീകരിച്ചിട്ടുണ്ട്. ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് പോലും ക്രിസ്ത്യാനികളായ ആളുകളെ നബിതങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത്തൽ യഹൂദിയ വസാറഹു, ജൂതനെ നബിതങ്ങൾ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. ഔ ഖബല ദഅവത്തൽ യഹൂദി ഫീ ബൈതിഹി, ജൂതന്റെ വീട്ടിലേക്ക് ജൂതന്റെ ക്ഷണം സ്വീകരിച്ച് പ്രവാചകർ ചെന്നിട്ടുണ്ട്. വലമ്മാ മരിള ഗുലാമൻ യഹൂദിയൻ കാന യർജു അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമഹു സാറഹു ഫീ ബൈതിഹി, ഒരു ജൂതനായ കുട്ടി മരിക്കാൻ കിടക്കുമ്പോൾ അവന്റെ ഇസ്ലാമിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് അവനെ സന്ദർശിക്കാൻ പ്രവാചകർ പോയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഈ പറയപ്പെട്ട വലാ ബറാഇന്റെ തലത്തിലേക്ക്, ആ ഗണത്തിലേക്ക് അതിനെ കൊണ്ടുവരേണ്ടതില്ല. നേരെ മറിച്ച് അതിലെല്ലാം വിശദാംശമുണ്ട്. ശേഷം അദ്ദേഹം പറയുന്നു, ഒരു അഹ്ലു കിതാബായ വേദക്കാരായ സ്ത്രീയെ ഒരു മുസ്ലിം വിവാഹം കഴിച്ചു എന്ന് സങ്കല്പിക്കുക. തൗറാത്തിൻ്റെ ആളുകളെ, ഇഞ്ചിലിൻ്റെ ആളുകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിച്ചുവല്ലോ. എങ്കിൽ അത്തരമൊരു സ്ത്രീയെ ഒരു മുസ്ലിം വിവാഹം കഴിക്കുന്നു, അവൾ ഇവൻ്റെ ഭാര്യയായി ജീവിക്കുന്നു. എന്നിട്ട് ആ ഭാര്യയെ ഇവൻ സ്നേഹിക്കുന്നു എങ്കിൽ ആ സ്നേഹത്തെ ഈ വലാബറായ വിഷയത്തിലുള്ള വീഴ്ചയായി പരിഗണിക്കാമോ? ഇല്ലേ? അവൻ ബന്ധം മുറിച്ചിട്ടില്ല, അവൻ ചേർക്കേണ്ട ബന്ധങ്ങളല്ല മുറിക്കേണ്ട ബന്ധങ്ങളെ മുറിച്ചില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ അവൻ ആക്ഷേപിക്കാമോ? ഇല്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇല്ല, ലാ ലിഅന്ന ഹാദിഹിൽ മസായിൽ മഹബ്ബത്തുൻ തബീഇയ്യ, ഇതെല്ലാം പ്രകൃതിപരമായ സ്നേഹമാണ്. ഇതൊന്നും ആദർശപരമായ സ്നേഹമല്ല. ഭാര്യയെ സ്നേഹിക്കുക എന്നത് പ്രകൃതിപരമായ സ്നേഹമാണ്. ആ സ്നേഹത്തെ ഒരിക്കലും ഈ ഗണത്തിലേക്ക് ഉൾപ്പെടുത്താവതല്ല. അദ്ദേഹം ക്രിസ്ത്യാനിയായ ഭാര്യയെ സ്നേഹിച്ചവനെ ക്രിസ്ത്യാനികളുമായി വലാ ഉണ്ടാക്കിയവനാണ് എന്ന് അയാൾ ആക്ഷേപിക്കാൻ, അത് നിമിത്തമാക്കാൻ കഴിയുമോ? നസ്വാറാക്കളുമായി അവൻ വലാ സ്ഥാപിച്ചു കഴിഞ്ഞു, അവരുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു, മുറിക്കാമന ബന്ധങ്ങളെ അവൻ പരിഗണിച്ചില്ലെന്ന് പറയാൻ അത് സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇതെല്ലാം ത്വബീഇയായ സ്നേഹമാണ്. ശേഷം അദ്ദേഹം പറയാ, ഇനി ഒരു ഡോക്ടർ മുസ്ലിമൻ ഫതഅല്ലഖ ബിഹി, ഒരു മുസ്ലിമായ മനുഷ്യൻ രോഗിയായി ഒരു അമുസ്ലിമായ ഡോക്ടർ അയാളെ ചികിത്സിച്ചു. അള്ളാഹിന്റെ ഫള് കൊണ്ട് ആ ചികിത്സയിൽ ഇയാൾക്ക് ഗുണം ലഭിച്ചു, ഇയാൾക്ക് ആ രോഗം ശമിച്ചു. എങ്കിൽ ഫതഅല്ലഖ
ബിഹി, അയാളുടെ മനസ്സിൽ ആ ഡോക്ടറോട് പ്രത്യേകമായ ബന്ധമുണ്ടായി എങ്കിൽ ഹാദിഹി മസാഇലു തആമുൽ, ഇത് പരസ്പരമുള്ള ബന്ധങ്ങളുടെ വിഷയത്തിൽ മാത്രം ഉൾപ്പെടുന്നതാണ്. ലൈസത് ഖാദിഹ ഫിൽ വലാഇ വൽ ബറാഇ, അത് വലാഇ ബറാഇ എന്ന വിഷയത്തിൽ ഒരിക്കലും ആക്ഷേപകരമായി സ്വീകരിക്കാവതേ അല്ല. നേരെ മറിച്ച് ഈ ബന്ധങ്ങളെ ഇത് ദീനിൻ്റെ പേരിലാണെങ്കിൽ, ആദർശത്തിൻ്റെ പേരിലാണെങ്കിൽ ആ ബഹുദൈവ ആരാധനയെ ഇഷ്ടപ്പെടുകയും അതിനെ സ്വീകരിക്കുകയും അതും മഹത്വമാണ്, അതും നല്ലതാണ്, അതും ശരിയാണ് എന്ന് നിലക്കാണ് അവനെ സ്നേഹിക്കുന്നതെങ്കിൽ അതാണ് ഇവിടെ മുറിക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം ശേഷം വിശദമായി പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ സൂചിപ്പിച്ചു വന്നത്, ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കാത്ത തലങ്ങളിൽ ഈ വക പദപ്രയോഗങ്ങളെ കൊണ്ടുപോയി കെട്ടുകയും എന്നിട്ട് അത് സ്വന്തം വക വ്യാഖ്യാനങ്ങൾ നൽകി പരസ്പരമുള്ള ഏതു ബന്ധങ്ങളെയും ഇല്ലാതാക്കുന്ന തലത്തേക്ക് ഒരാൾ പ്രസംഗിച്ചുവെങ്കിൽ അയാൾ സലഫി എന്ന പദം പോയിട്ട് ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും മനസ്സിലാക്കാൻ അയാൾക്ക് സാധിച്ചിട്ടില്ലെന്ന് പറയുകയല്ലാതെ മറ്റെന്താ സഹോദര അതേക്കുറിച്ച് പറയാൻ കഴിയുക? എന്നിട്ട് പറയുകയാണ്, വീട് പൂട്ടിപ്പോകുമ്പോൾ അയൽവാസിയുടെ കയ്യിൽ താക്കോലേൽപ്പിക്കാൻ പാടില്ലത്രേ, അയൽവാസി അമുസ്ലിമാണെങ്കിൽ ഇതര മതസ്ഥനാണെങ്കിൽ അയാളുമായി ചിരിക്കാൻ പാടില്ലത്രേ, അവിടുത്തെ വെളിച്ചങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടുമുട്ടാനും പാടില്ലത്രേ. സഹോദര സുബ്ഹാനല്ലാഹ്, ഇസ്ലാം അത് പഠിപ്പിച്ചില്ല. അത് പഠിപ്പിച്ച ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി കൊണ്ടുവന്ന് അത് വ്യാപകാർത്ഥം നൽകുകയാണ്. യുദ്ധം നടക്കുന്ന വേളകളിൽ, ശത്രു നടക്കുന്ന വേളകളിൽ അത്തരം രംഗത്ത് പഠിപ്പിക്കപ്പെട്ട ചില യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായി പഠിപ്പിച്ച ചില ഹദീസുകളെ, ചില വചനങ്ങളെ എടുത്തുദ്ധരിക്കുന്നു. എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. നമ്മുടെ നാട്ടിൽ പോലുമുള്ള തീവ്രവാദികളായ ആളുകൾ സമാനമായി ചെയ്യുന്ന പണിയാണ്. ഖുർആനിൽ അവിശ്വാസികളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റു ചില സമുദായങ്ങളുമായി കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന ചില ആയത്തിന് കഷ്ടവുമായി വന്നുകൊണ്ട് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ അത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോധപൂർവമാണോ അല്ലേ അല്ലാഹു അഅലം. എന്നത് ഉപോത്ഭകമായി ഒരു മഹാനായ പണ്ഡിതൻ്റെ ഒരു ഗ്രന്ഥം കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൽ ചില വരികൾ വായിച്ചുകൊണ്ട് ആ വരികൾക്ക് സ്വന്തമായ വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് ആ ആള് ആ രംഗത്ത് പ്രസ്താവനയുമായി വന്നിരിക്കുന്നത്. ആ ഗ്രന്ഥം കയ്യിൽ പിടിച്ചു വന്നത് കൊണ്ടോ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാന്റെ പേര് പറഞ്ഞു വന്നത് കൊണ്ടോ ഇയാൾ പറയുന്ന ആശയം ഇസ്ലാമികമായ ആശയമാകണമെന്നില്ല എന്നാണ്. എന്നിട്ട് കഥയറിയാതെ ചില ആളുകൾ ആ മഹാനായ പണ്ഡിതനെ ആക്ഷേപിക്കാൻ രംഗത്ത് വരുന്നു. സ്വാലിഹുൽ ഫൗസാൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അംഗീകരിക്കുന്ന, ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അധികമാവില്ലെന്ന് വിചാരിക്കപ്പെടാവുന്ന തരത്തിലുള്ള ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ. നൂറുകണക്കായ ഗ്രന്ഥങ്ങൾ രചിച്ച, ലോകത്തെ ഒട്ടുമിക്ക ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിലും പാഠ്യവിഷയമായി സിലബസിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു. ലക്ഷക്കണക്കായ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തെ ലോകവ്യാപകമായി നിറഞ്ഞു കിടക്കുന്നു. അദ്ദേഹത്തെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മക്ക മദീന ഹറമുകളിലെ ഇമാമുമാരടക്കമുള്ള ആളുകൾ ഈ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാനിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഉൾപ്പെടുന്നവർ തന്നെയാണ്. വ്യത്യസ്ത ഭാഷകളിലേക്ക് അദ്ദേഹത്തെ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യപ്പെടുന്നു. ആരെങ്കിലും വിചാരിച്ചതുപോലെ, ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ ഒരു വിവാദ പണ്ഡിതനായി സ്വാലിഹുൽ ഫൗസാനെ മനസ്സിലാക്കേണ്ടതില്ല. ഒരു ക്ഷുദ്രകൃതിയായി അദ്ദേഹത്തെ ഗ്രന്ഥത്തെ മനസ്സിലാക്കേണ്ടതില്ല. ആ ഗ്രന്ഥം വായിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച ഒരു മനുഷ്യനെ ഇവിടെ പ്രസംഗിച്ചെങ്കിൽ ഇയാളതൊരു ഉത്തരവാദി എന്നല്ലാതെ മൂലഗ്രന്ഥം എഴുതിയ ആള് എന്ത് പിഴച്ചു? സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ച പോലെ ഖുർആനിക ആയത്തോതി തെറ്റായ നയം സ്ഥാപിക്കുമ്പോൾ ഖുർആനാണോ ഉത്തരവാദി? അല്ലല്ലോ, ഈ വ്യക്തിയല്ലേ ഉത്തരവാദി. പ്രവാചക വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രവാചക വചനങ്ങളല്ലല്ലോ അവിടെ യഥാർത്ഥത്തിൽ ഉത്തരവാദിയാകുന്നത്. ഈ മനുഷ്യനല്ലേ ഏതു വാചകത്തെയും ഏത് സന്ദർഭത്തിൽ പറഞ്ഞുവെന്ന്, ആര് പറഞ്ഞുവെന്ന്, ആരോട് പറഞ്ഞുവെന്ന് മനസ്സിലാക്കൽ അതിപ്രധാനമാണല്ലോ. അടുത്ത വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ആ ഭാഗം വരും. അതൊന്നും മനസ്സിലാക്കാതെ, അതൊന്നും ഗ്രഹിക്കാതെ, ഒരു ടെക്സ്റ്റ് മാത്രം എടുത്ത് സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കാതെ തെറ്റായ തലങ്ങളിൽ അതിനെ ഉപയോഗിക്കുകയും തൻ്റെ വകയായി വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ ശരിയായ രീതിയല്ല എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ സൗദി അറേബ്യയിലെ റിയാദിലാണല്ലോ അദ്ദേഹത്തിൻ്റെ താമസം, അദ്ദേഹത്തിൻ്റെ ഓഫീസും ആസ്ഥാനവും റിയാദിലാണല്ലോ. അതേ റിയാദിലാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെന്നിറങ്ങുമ്പോൾ സൗദി ഭരണകൂടം രാജകീയമായ സ്വീകരണം ഏർപ്പെടുത്തത്. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ കിതാബേരിയ ഈ ഫൗസാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടില്ല അത് വലാബറാനെതിരാണ് എന്ന് അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല. സൗദി അറേബ്യയിൽ ഒരൊറ്റ പണ്ഡിതൻ പോലും അപ്പറഞ്ഞത് ശരിയായില്ല എന്ന്
പറഞ്ഞിട്ടില്ല. ഈ ഇന്നത്തെ പ്രധാനമന്ത്രി മാത്രമല്ല, ഇന്ത്യ രാജ്യവും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് മുതൽ ആരംഭിച്ച സഹോദരങ്ങളെ, ജവഹർലാൽ നെഹ്റു സൗദി അറേബ്യയിൽ ചെന്നിറങ്ങിയപ്പോൾ സ്വീകരിച്ചതാരാ? സൗദി രാജാവായിരുന്നു സ്വീകരിക്കേണ്ടായിരുന്നത്. അന്ന് അബ്ദുൽ അസീസ്, അദ്ദേഹം അന്ന് രാജാവായിട്ടില്ല, അദ്ദേഹം അന്ന് പ്രധാനമന്ത്രിയാണ്. ആ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന പിന്നീട് രാജാവായി മാറിയ മഹാപണ്ഡിതനും കൂടിയായിരുന്ന അദ്ദേഹം റഹിമഹുല്ല, അദ്ദേഹമാണ് എയർപോർട്ടിൽ നെഹ്റുവിനെ സ്വീകരിക്കാൻ ചെന്നത്. എന്നിട്ട് സൗദി രാജാവാണ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഈ ജവഹർലാൽ നെഹ്റുവിനെ സ്വീകരിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് മാറി മാറി വന്ന ഭരണത്തലവന്മാർ അവിടെ ജാതിയും മതവും നോക്കാതെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവരെ സ്വീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. മക്ക ഇമാം ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ ഇന്ത്യ രാജ്യം സന്ദർശിച്ചുവല്ലോ, കേരള മണ്ണിലും അദ്ദേഹം വന്നുവല്ലോ. അദ്ദേഹത്തെ സ്വീകരിച്ചത് ആരാ? ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു, വലിയ വലിയ രാഷ്ട്രീയ രംഗത്ത് അറിയപ്പെട്ട ആളുകളായിരുന്നുവല്ലോ അവരെ സ്വീകരിക്കാൻ പോയത്. ലാലു പ്രസാദ് യാദവിനെ പോലുള്ള ആളുകൾ മക്ക ഇമാമിനെ സ്വീകരിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ. അതൊക്കെ വലാഹ് പറയാനെതിരാണ് എന്ന് ഈ പറയപ്പെട്ട കിതാബ് എഴുതിയവർ, ആ പറയപ്പെട്ട കിതാബ് ഇരുന്ന് വായിച്ചു പഠിച്ചവർ, അത് പഠിപ്പിക്കുന്നവർ, അവർക്കാർക്കും മനസ്സിലായില്ല ഈ ബന്ധങ്ങളൊന്നും പാടില്ലെന്ന്, ഈ വക സന്ദർശനങ്ങളും ഈ വക യാത്രകളും പാടില്ലെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല. ചില ആളുകൾക്ക് ഇപ്പോഴാ തോന്നിയത് അമുസ്ലിം രാജ്യത്തേക്ക് യാത്ര പോകാൻ പാടില്ല എന്ന്. ഹദീസിലുണ്ടത്രേ ശത്രു രാജ്യത്തേക്ക് യാത്ര പോകാൻ പാടില്ല, ടൂറ് പോകാൻ പാടില്ല എന്ന് ഹദീസിലുണ്ടത്രേ. ഹദീസിലുള്ളത് എവിടെയാണ്, ഏതു സന്ദർഭത്തിലാണ്, ഏതു സാഹചര്യത്തിലാണ് എന്ന് പോലും മനസ്സിലാക്കാതെ വിശദീകരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പാടില്ലത്രേ, അമുസ്ലിം രാജ്യത്ത് ജീവിക്കാൻ പാടില്ലത്രേ. ഏതായി അമുസ്ലിം രാജ്യം അതുപോലും മനസ്സിലാക്കാതെയാണ് സംസാരങ്ങൾ. മുസ്ലിം രാജ്യമെന്നാൽ എന്ത്, അമുസ്ലിം രാജ്യമെന്നാൽ എന്ത്, അവിശ്വാസ രാജ്യമെന്നാൽ എന്ത്, മതേതര രാജ്യമെന്നാൽ എന്ത്, ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃകം എന്ത്, അതൊന്നും തിരിച്ചറിയാതെ ഉൾക്കൊള്ളാതെ ചില വചനങ്ങളെ സ്വന്തമായ കോണ്ടസ്റ്റിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനാണ്, അഹ്ലുസുന്നക്കാണ്, സലഫിയത്തിനാണ് കളങ്കമേൽക്കുന്നത് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നന്നുവെന്ന് അത്തരം ആളുകളോട് സൂചിപ്പിക്കാനുള്ളൂ. യാത്രാരംഗത്ത് സ്വാഭാവികമായും ചില മര്യാദകൾ എല്ലാ രാജ്യത്തും ഉണ്ടാകും. ജനാധിപത്യത്തിൻ്റെ കീഴിൽ, മതേതത്വത്തിന് കീഴിൽ സ്ഥാപിക്കപ്പെട്ട രാജ്യത്തുള്ള നിയമമാവില്ല ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട രാജ്യത്തുണ്ടാവുക. ലോകത്ത് ഹിന്ദു രാഷ്ട്രമുണ്ട്, നേപ്പാൾ ഹിന്ദു രാഷ്ട്രമാണ്, സൗദി അറേബ്യ ഇസ്ലാമിക രാഷ്ട്രമാണ്. ഹിന്ദു രാജ്യത്തൊരു മനുഷ്യൻ ആ ഹിന്ദു രാജ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ ആ ഗവൺമെൻറ് നിയമത്തിലുണ്ടാകും. തങ്ങളുടെ പൗരൻ്റെ, തങ്ങളുടെ രാജ്യത്തെ ഓരോരുത്തരുടെയും അവകാശം സംരക്ഷിക്കാൻ, കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ, അവൻ്റെ ശരീരം സംരക്ഷിക്കാൻ, അവൻ്റെ ആദർശം സംരക്ഷിക്കാൻ സ്വാഭാവികമായും ആ രാജ്യം നിയമങ്ങൾ വെക്കും. ഇസ്ലാമികമായ രാജ്യം, മതത്തിലധിഷ്ഠിതമായി ഉണ്ടായി വന്ന രാജ്യം, ആ രാജ്യത്തെ പൗരന്മാർ, ആ രാജ്യത്തെ പ്രജകൾ പുറത്തേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ സ്വാഭാവികമായും പഠിപ്പിക്കും. ഇനി ഇന്ത്യ രാജ്യത്തു നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അയാൾക്ക് ഇന്ത്യ രാജ്യം നൽകുന്ന ചില മുന്നറിയിപ്പുണ്ടാകും. എല്ലാ നാട്ടിലേക്കും പോകുമ്പോൾ ഒരുപോലെയല്ല മുന്നറിയിപ്പുണ്ടാവുക. താൻ ഏത് നാട്ടിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത് ആ നാട്ടിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇന്ത്യ രാജ്യം അയാൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകും. ഇന്ന രാജ്യത്തേക്ക് പോകുന്നത് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന വസ്തുക്കൾ കൊണ്ടുപോകാൻ പാടില്ല. സൗദി അറേബ്യയ്ക്ക് പോകുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നമ്മോട് പറയുന്ന അടിസ്ഥാന നിയമമാണ്, സൗദി അറേബ്യയ്ക്ക് പോകുന്നുവെങ്കിൽ മയക്കുമരുന്നുമായി പോകരുത്. കാരണം മയക്കുമരുന്നുമായി പോയാൽ തലവെട്ടും, അവിടെ വധശിക്ഷയാണ് അതിനുള്ള ശിക്ഷാരീതി. അതുകൊണ്ട് ആ രാജ്യത്തേക്ക് പോകുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. സമാനമായി ഓരോ രാജ്യത്തേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എല്ലാ രാജ്യത്തും ഉണ്ടാകും. ഓരോ രാജ്യത്തേക്ക് വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എല്ലാ രാജ്യത്തും ഉണ്ടാകും. ആ കൂട്ടത്തിൽ മതത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട രാജ്യത്തിൽ നിന്ന് ആ രാജ്യത്ത് ജീവിക്കുന്ന അവിടുത്തെ ഒരു മുസ്ലിം പൗരൻ, ഒരു മുസ്ലിം പ്രജ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തെ സ്വഭാവവും സംസ്കാരവും നോക്കി ചില നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടാകും. ആ നിയമത്തെ എടുത്തുകൊണ്ടുവന്ന് ഇതാ മുസ്ലിം രാജ്യത്തേക്ക് യാത്ര പോകാൻ പോലും പാടില്ല, ടൂറ് പോകാൻ പോലും പാടില്ല, ചികിത്സാവശ്യാർത്ഥം പോലും പോയിക്കൂടാ എന്ന് പറയുന്നുവെങ്കിൽ സഹോദര, ഇസ്ലാം ഒരിക്കലും ആ രീതി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് അതൊന്നുമല്ല സഹോദരങ്ങളെ സലഫിയത്ത്, അതൊന്നുമല്ല അഹ്ലുസുന്ന വൽ ജമാഅ, അതൊന്നുമല്ല ഇസ്ലാമിൻ്റെ തനതായ ആദർശം. നേരെ മറിച്ച് ഓരോ വാക്കുകൾക്കും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാതെ ഒരു വചനത്തെ മാത്രം എടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചാൽ, സന്ദർഭം സാഹചര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും തീർച്ചയാണ്. ചരിത്രങ്ങളിൽ കാണാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വിവാഹം കഴിച്ചു. ആ സ്ത്രീ അതീവ സുന്ദരിയായിരുന്നു. പിതാവിന് ആശങ്ക തോന്നി,
ഈ സുന്ദരിയായ ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോൾ തൻ്റെ മകൻ്റെ മതബോധത്തിൽ കുറവ് വരാൻ ഒരു പക്ഷേ സാധ്യതയുണ്ട്. ഈ ഭാര്യയോടുള്ള അമിതമായ സ്നേഹം വന്ന് ഒരു പക്ഷേ ദീനീ വിഷയങ്ങൾ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അവസാനം അദ്ദേഹം കൽപ്പിച്ചു, നീ ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലുക. ഈ മകന് അത് ആലോചിക്കാൻ പോലും വയ്യ. വിഷയം പ്രവാചകന്റെ മുന്നിലെത്തി. പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, പിതാവിനനുസരിച്ച് കൊള്ളുക, നീ ആ ഭാര്യയെ ഒഴിവാക്കുക. ഈ വിഷയം ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഈ കാലഘട്ടത്തിലെ മുഹദ്ദിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുള്ളയോട് ചോദ്യം വന്നു. ഇത് തെളിവാക്കിയിട്ട് ഏതൊരു വാപ്പയും സ്വന്തം മകനോട് ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞാൽ അത് പ്രയാസകരമല്ലേ? അതുകൊണ്ട് അങ്ങനെ വാപ്പ പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതുണ്ടോ? ഷെയ്ഖ് അൽബാനി പറഞ്ഞ മറുപടി എന്താ? ഉമർ ഖത്താബിനെ പോലുള്ള വാപ്പയും അദ്ദേഹത്തിൻ്റെ മകനെപ്പോലുള്ള മകനുമാണെങ്കിൽ അതനുസരിക്കണമെന്നാണ്. വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. വാപ്പ ഉമർ ഖത്താബിനെ പോലുള്ള ആളാണ്, മകൻ അദ്ദേഹത്തിൻ്റെ മകനെപ്പോലുള്ള മകനുമാണ് എങ്കിൽ അപ്പന് സത്യമാണ്, അത് സ്വീകരിക്കണം. അതാണ് സാഹചര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞത്. അഹ്ലുൽ ബിദ്അഉമായി ബിദ്അത്തിന്റെ ആളുകളുമായി വേണ്ട ബന്ധങ്ങൾ എന്തൊക്കെയാണ്, മുറിക്കേണ്ട മേഖല എന്തൊക്കെയാണ് എന്ന് മുൻകാല ഗ്രന്ഥങ്ങളിൽ ധാരാളമായി കാണും. നമ്മൾ എന്തു ചെയ്യണം? ഈ നാട്ടിൽ ബിദ്അത്തിന്റെ ആളുകൾ ധാരാളമാണ്. അവരോട് ഈ രീതി സ്വീകരിക്കണോ അതോ അതിൽ മറ്റു വല്ല വ്യത്യാസവുമുണ്ടോ? പണ്ഡിതന്മാർ നൽകുന്ന പാഠങ്ങൾ, ആ കിതാബ് എഴുതിയ ആളുകൾ ജീവിച്ച കാലം, ആ ജീവിച്ച നാട്, അവിടുത്തെ ജനത, അവിടുത്തെ സംസ്കാരം, അത് ലോകത്ത് എവിടെ എപ്പോഴുണ്ടോ അവിടേക്കത് ബാധകമാണ്. അതാണ് ഓരോ വാചകത്തെ ഓരോ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ഇനി മലയാളത്തിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിക്കാരും തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ രംഗത്ത് തലവനെ ഫ്ലക്സിൽ ഫോട്ടോ വെച്ചിട്ട് താഴെ കമൻ്റ് കൊടുക്കും. എന്താ? ഇവൻ പുലിയാണ് കേട്ടോ. ഇതെന്താ? പ്രശംസയാണ്. ഇത് പ്രശംസയാണ്. ഇത് വായിച്ച ഒരാൾ ആ രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൻ്റെ ഗേറ്റിന് മുന്നിൽ ചെറിയ ബോർഡ് വെച്ചു, വീട്ടിൽ പുലിയുണ്ട് സൂക്ഷിക്കുക, വീട്ടിൽ പുലിയുണ്ട് സൂക്ഷിക്കുക എന്നൊരാൾ കൊണ്ടുപോയി ബോർഡ് എഴുതി വെച്ചാലോ അവനെതിരെ കേസെടുക്കും. അവൻ ചോദിക്കുക, എന്താ പ്രശ്നം? അയാളെ ഫോട്ടോ വെച്ച് പുലിയുടെ ഫോട്ടോയും കൊടുത്തിട്ടാണ് ഇവൻ പുലി എന്ന് എഴുതി വെച്ചത്, അതിന് ആക്ഷേപമില്ല. ഞാനൊരു ചെറിയ ബോർഡ് അവിടെ കൊണ്ടുപോയി വെച്ചു, എന്താ പ്രശ്നം? അത് പ്രശ്നമാണ്, അത് പ്രശ്നമാണ്. ഒന്നാമത്തേത് പ്രശംസയാണെങ്കിൽ രണ്ടാമത്തേത് അപമാനിക്കലാണ്, ആക്ഷേപമാണ്. അതാണ് വലാഹ് ബറാലും സംഭവിച്ചത്. പറഞ്ഞ വാചകങ്ങളെ പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ പറഞ്ഞ അളവിൽ മനസ്സിലാക്കേണ്ടതിനു പകരം തൻ്റെ സ്വന്തം വക വ്യാഖ്യാനം കൊടുത്ത് താൻ ഒരു മാനം അതിന് കൽപ്പിച്ചുണ്ടാക്കി, ആ മാനത്തിൽ അതിനെ മനസ്സിലാക്കി അവിടെ തീർന്നില്ല, അത് സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുത്ത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ച് ലോകത്തെല്ലാവർക്കും കൊടുക്കുമ്പോൾ അത് തന്നിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചെറിയ പാതകമല്ല, ഒരു സമുദായത്തെ മുഴുവനും, മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും, സലഫി സമൂഹത്തെ മുഴുവനും, അഹ്ലുസുന്നയെ മുഴുവനും പ്രതിക്കൂട്ടിൽ കയറ്റാവുന്ന ഒരു വലിയ പാതകം തന്നെയാണ് ആ ചെയ്തിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് സഹോദര, വല എന്ത് ബറ എന്ത് കൃത്യമായി മനസ്സിലാക്കുക. ഇനി ആ രംഗത്ത് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട പ്രചരിപ്പിക്കപ്പെട്ട ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ ഇനിയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന പല പ്രമാണങ്ങളുടെയും വസ്തുത അടുത്ത സംസാരത്തിൽ ഇൻഷാ അല്ലാഹ് ഷമീർ മദീനി അത് വിശദീകരിക്കും. അതുകൊണ്ട് ഈ വിഷയത്തെ കൃത്യമായി പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, മുജാഹിദ് പ്രസ്ഥാനം ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയതല്ല. ഈ പദപ്രയോഗങ്ങൾ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വായിച്ചു നോക്കൂ. പരാമർശ വിധേയമായ ഏത് ആയത്തെടുത്താലും കൃത്യമായ വിശദീകരണം നമുക്കവിടെ ലഭിക്കും. അതേപോലെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യകാലം മുതൽ ഇന്ന് വരെയും ഇറക്കിയ ഏത് പ്രസിദ്ധീകരണത്തിനും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക. കൃത്യമായ കാഴ്ചപ്പാട് അതിൽ നിന്ന് ലഭിക്കും. അല്ലാതെ തനിക്ക് മാത്രം കിട്ടിയ മറ്റാരും കാണാത്ത എവിടെ ഇറക്കുമതി ചെയ്ത ഒരു പുതിയ നയമാണെന്ന രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. അങ്ങനെയുള്ള അവതരിപ്പിച്ചെങ്കിൽ അതിൻ്റെ മറവിൽ ബേജാറായിട്ട് ഈ സാങ്കേതിക ശബ്ദങ്ങളെ തള്ളിക്കളയേണ്ടതില്ല, സലഫിയത്തിനെ തള്ളിക്കളയേണ്ടതില്ല, ഇസ്ലാമിക ചിഹ്നങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടതില്ല. ഞാൻ സലഫിയല്ലോ എന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഞാനാണ് സലഫി, ഞാനാണ് സലഫി, ഞാനാണ് അഹ്ലുസുന്നയുടെ ആദർശക്കാരൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ദീനിലുള്ളത് കൃത്യമായി സ്വീകരിക്കുന്ന കാലത്തോളം ഒരാശങ്കയും ആവശ്യമില്ല. അവനവൻ്റെ വക സ്വന്തമായി വല്ലതും കൂട്ടിച്ചേർക്കുകയോ സ്വന്തം എഡിറ്റിംഗ് നിർവഹിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകൾക്ക് ആശങ്കപ്പെടേണ്ടി വന്നേക്കാം. സലഫികളെ സംബന്ധിച്ച് അത്തരം ആശങ്ക ഇല്ല. അതേസമയം ഞങ്ങളും സലഫിയാണെന്ന് പറയുന്നവർക്ക് പക്ഷേ സാധിക്കണമെന്നില്ല. സലഫി മാർഗം കൃത്യമായി സ്വീകരിക്കാതെ, സലഫി മനഹജ് കൃത്യമായി സ്വീകരിക്കാതെ കേവലമായ പേരിനവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇത്തരം ചില
ആരോപണ പ്രത്യാരോപണമൊക്കെ വരുമ്പോൾ, വിവാദങ്ങൾ വരുമ്പോൾ ആശങ്കപ്പെട്ട് പിന്മാറേണ്ടി വന്നേക്കാം. ലോകത്തെ മുഴുവൻ സലഫി പണ്ഡിതന്മാരെയും സലഫി സ്ഥാപനങ്ങളെയും സലഫി ഗ്രന്ഥങ്ങളെയും അഹ്ലുസുന്നയുടെ നേതാക്കളെയും തള്ളിക്കളഞ്ഞ് ഞങ്ങൾ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകമായ ടീമാണ് എന്ന് പറയേണ്ട ഗതികേട് സലഫികൾക്കുണ്ടാവില്ല. സലഫികൾക്ക് ലോകത്തെവിടെയും പറയാനുള്ളത് ഒരേ കാര്യമാണ്, അത് ഏതു രാജ്യത്താണെങ്കിലും ശരി. കാരണം എന്താ? സലഫികൾ ക്ഷണിക്കുന്നത് വ്യക്തികളിലേക്കല്ല, കൂട്ടങ്ങളിലേക്കല്ല, ആൾക്കൂട്ടങ്ങളിലേക്കല്ല, നേതാക്കന്മാരിലേക്കല്ല, പ്രമാണങ്ങളിലേക്കാണ്. ഖുർആനും സുന്നത്തും എന്ത് പഠിപ്പിച്ചുവോ അതാണ് അടിസ്ഥാനം. അതിനനുകൂലമായി ആരൊക്കെ പറയുന്നുവോ അതൊക്കെ സ്വീകരിക്കാം. അതിനെതിരായി ആര് പറഞ്ഞാലും ശരി സ്വീകാര്യവുമല്ല എന്ന നിലപാടിൽ നിൽക്കുന്ന കാലത്തോളം ആ രംഗത്ത് ഒരു ആശങ്കയ്ക്ക് പഴുതില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം ഇവിടെ അവതരിപ്പിച്ച് അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മിൽ നിന്ന് കൃത്യമായി ഇതെല്ലാം സ്വീകരിക്കുകയും പൂർണ്ണമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.